എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. മധുരയിലെ മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു നാടോടി പ്രത്യക്ഷപ്പെട്ടു. ക്ഷേത്ര പ്രദക്ഷിണ വഴിയിൽ നിന്നും അല്പം മാറി ഒരൊഴിഞ്ഞ മൂലയിൽ നാടോടി ഇരുന്നു. പലപ്പോഴും ധ്യാനത്തിലായിരിക്കും നാടോടി. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഒരു അമ്മ മൂകനായ തൻ്റെ മകനുമായി നാടോടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. അയാൾ കണ്ണു തുറന്ന് കുട്ടിയെ ഒന്ന് നോക്കി. മൂകനായ ബാലൻ ശംഭോ മഹാദേവ എന്ന് വിളിച്ച് സുന്ദരേശ്വര ക്ഷേത്രത്തിലേക്ക് ഓടി. വിവരം കാട്ടുതീ പോലെ പരന്നു. സിദ്ധനെ കണ്ട അന്ധന് കാഴ്ച ലഭിക്കുന്നു. മുടന്തൻ ഓടാൻ തുടങ്ങുന്നു. പലരുടെയും മാറാരോഗങ്ങൾ മാറുന്നു. ഒരു ദിവസം നാടു ഭരിക്കുന്ന ശിവഭക്തനായ പാണ്ഡ്യരാജാവ് ക്ഷേത്ര ദർശനത്തിനെത്തി. ഭക്തരെല്ലാം ഭവ്യതയോടെ വഴിമാറി രാജാവിനെ വന്ദിച്ചു. സിദ്ധൻ മാത്രം രാജാവിനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ കണ്ണുകളടച്ച് ശാന്തനായിട്ടിരുന്നു. ഈ അവഗണന ഇഷ്ടപ്പെടാതിരുന്ന രാജാവ് മന്ത്രിയോട് തിരക്കിയപ്പോൾ അതൊരു സിദ്ധനാണെന്നും പല അത്ഭുതമായകൾ നടത്തിയിട്ടുള്ള ആളാണെന്നും രാജാവിനെ ധരിപ്പിച്ചു. രാജാവ് സിദ്ധൻ്റെ അടുത്തെത്തി അഭിവാദ്യം ചെയ്തു. സിദ്ധൻ തിരിച്ച് അഭിവാദ്യം ചെയ്യുകയോ രാജാവിനെ ബഹുമാനിക്കുകയോ ചെയ്തില്ല. എങ്കിലും രാജാവ് സിദ്ധനോട്, താങ്കൾക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്ന് കേൾക്കുന്നു. അന്ധന് കാഴ്ച ലഭിക്കുന്നു. മൂകൻ സംസാരിക്കുന്നു. ഇതെല്ലാം സത്യമാണോ? അതെ, എല്ലാം സത്യം തന്നെയാണ്, സിദ്ധൻ മറുപടി പറഞ്ഞു. വിശ്വാസം വരാതിരുന്ന രാജാവ് സിദ്ധനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. താങ്കളുടെ അത്ഭുത സിദ്ധികൾ ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, രാജാവ് സിദ്ധനോട് പറഞ്ഞു. എന്നെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ? സിദ്ധൻ രോഷത്തോടെ രാജാവിനോട് ചോദിച്ചു. താങ്കൾ കാണിക്കുന്ന അത്ഭുതം കണ്ടാൽ മാത്രമേ എനിക്ക് സത്യം ബോധ്യമാവൂ, രാജാവ് മറുപടി പറഞ്ഞു. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സിദ്ധൻ ചോദിച്ചു. രാജാവ് അടുത്തുള്ള ഒരു കല്ലുകൊണ്ടുള്ള ആനയുടെ പ്രതിമയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഈ ആനയെക്കൊണ്ട് കരിമ്പ് തീറ്റിക്കാൻ കഴിയുമോ? സിദ്ധൻ ആന പ്രതിമയെ സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അത് ജീവനുള്ള ആനയായി മാറി. നടന്നു വന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്നും കരിമ്പ് വാങ്ങി ഭക്ഷിച്ചു. പിന്നീട് ആന രാജാവിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മുത്തുമാല തുമ്പിക്കൈ കൊണ്ട് വലിച്ചെടുത്തു. രാജാവിൻ്റെ അംഗരക്ഷകരിൽ ചിലർ സിദ്ധനെ മർദ്ദിക്കാൻ പാഞ്ഞു. അവർ പ്രതിമകളായി മാറി. സിദ്ധൻ ദിവ്യനാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് മാപ്പ് ചോദിച്ചുകൊണ്ട് സിദ്ധനെ സാഷ്ടാംഗം നമസ്കരിച്ചു. താങ്കൾക്ക് എന്ത് വരമാണ് വേണ്ടത്? സിദ്ധൻ രാജാവിനോട് ചോദിച്ചു. തനിക്ക് വംശം നിലനിർത്താൻ ഒരു സന്താനമുണ്ടായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. തഥാസ്തു. സിദ്ധൻ രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. ആന വീണ്ടും പ്രതിമയായി. പ്രതിമകളായി മാറിയ അംഗരക്ഷകന്മാർക്ക് വീണ്ടും ജീവൻ വച്ചു. സിദ്ധനായി വന്നത് ഭഗവാൻ ശിവനാണെന്ന് രാജാവിന് മനസ്സിലായി. അടുത്ത പൊങ്കലിന് മുമ്പായി രാജാവിന് ഒരു പുത്രൻ ജനിച്ചു. ഇന്നും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഓരോ തൈപ്പൊങ്കലിനും കല്ലുകൊണ്ടുള്ള ആനയ്ക്ക് കരിമ്പ് നൽകുന്നത് ആഘോഷമായി ആചരിക്കുന്നു. കരിമ്പ് തിന്നതായി പറയപ്പെടുന്ന ആനയുടെ പ്രതിമ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ സുന്ദരേശ്വര ഭഗവാന്റെ ഇടതുഭാഗത്ത് ഇന്നും കാണപ്പെടുന്നു. നന്ദി.